വിന്നേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. പാരീസ് ഒളിമ്പിക്സ് 2024. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സ് 2024. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത്. ഇത് എത്രാമത്തെ എഡിഷനായിരുന്നു? 33ാമത്തെ എഡിഷനായിരുന്നു പാരീസിൽ നടന്നത്. ഉദ്ഘാടനം എന്നായിരുന്നു? 2024 ജൂലൈ 26 സെൻ നദിയിലായിരുന്നു ഉദ്ഘാടനം എന്നായിരുന്നു? 2024 ജൂലൈ 26. 2024 ജൂലൈ 26 സെൻ നദിയിലായിരുന്നു പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനം നടന്നത്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിൽ പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ്. എവിടെയായിരുന്നു ഉദ്ഘാടനം നടന്നത്? സെൻ നദിയിൽ. ഏത് ദിവസമായിരുന്നു? 2024 ജൂലൈ 26 ഇനി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ആരായിരുന്നു? USA ആയിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് USA ആയിരുന്നു. 1900, 1924, 2024 എന്നീ വർഷങ്ങളിലാണ് പാരീസിൽ ഒളിമ്പിക്സ് നടന്നിട്ടുള്ളത്. 26 ജൂലൈ 2024 മുതൽ 11 ഓഗസ്റ്റ് 2024 വരെ പാരീസിൽ ഒളിമ്പിക്സ് നടന്നു. പാരീസ് ഒളിമ്പിക്സിലെ ജൂറി മെമ്പറായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മീർ. പാരീസ് ഒളിമ്പിക്സിൽ ജൂറി മെമ്പറായ ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കിസ് മീർ. സ്ലോഗൻ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു സ്ലോഗൻ. മാസ്കോട്ട് ഫ്രീജിയൻ ക്യാപ്പ് ആയിരുന്നു. അതായത് ഒരു പക്ഷിയോട് കൂടിയിട്ടുള്ള ഒരു ക്യാപ്പ്, ഒരു തൊപ്പിയായിരുന്നു മാസ്കോട്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബക്കാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബക്ക്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ. ഇന്ത്യയുടെ റാങ്ക് 71ാമത്തെ റാങ്കായിരുന്നു. ഇന്ത്യയുടെ റാങ്ക് 71. ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളുടെ എണ്ണം 6 മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്. 1 വെള്ളിയും 5 വെങ്കലവും ലഭിച്ചു. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 32 ഇനങ്ങളും 35 വേദികളും ഉണ്ടായിരുന്നു. പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ചത് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്നാണ് ആരംഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ചത് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്ന്. ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ കായിക താരം അഭിനവ് ബിന്ദ്രയാണ്. ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ കായിക താരം അഭിനവ് ബിന്ദ്ര. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഗഗൻ നരംഗ്. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഗഗൻ നരംഗ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് PV സിന്ധു ബാഡ്മിൻ്റൺ. ശരത് കമൽ ടേബിൾ ടെന്നീസ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് PV സിന്ധു ബാഡ്മിൻ്റൺ. ശരത് കമൽ ടേബിൾ ടെന്നീസ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് PV സിന്ധു ബാഡ്മിൻ്റൺ. ശരത് കമൽ ടേബിൾ ടെന്നീസ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 117. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 117. മലയാളികളുടെ എണ്ണം 7. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക് വേദിയാണ് ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന കായിക ഇനങ്ങൾ ക്രിക്കറ്റ്, ഫ്ലാഗ് ഫുട്ബോൾ, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, സ്ക്വാഷ്, ലാക്രോസ്. ചരിത്രത്തിൽ ആദ്യമായി സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സാണ് 2024 പാരീസ് ഒളിമ്പിക്സ്.
ഇന്ത്യ സ്വന്തമാക്കിയ മെഡലുകൾ. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ലഭിച്ചത് മനു ഭാക്കറിനാണ്. മനു ഭാക്കറിന് 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ലഭിച്ചത് മനു ഭാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. 10 മീറ്റർ പിസ്റ്റൽ മിക്സഡ് വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് വിഭാഗത്തിലാണ് വെങ്കലം നേടിയത് ആരാണ്? മനു ഭാക്കർ ആൻഡ് സരബ്ജോത് സിംഗ്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. 89.45 മീറ്റർ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു. 89.45 മീറ്റർ. ഗുസ്തി ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തിനാണ് വെങ്കലം ലഭിച്ചത്. മെൻസ് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിലാണ് അമൻ സെഹ്റാവത്തിന് വെങ്കലം ലഭിച്ചത്. ഗുസ്തി അമൻ സെഹ്റാവത്ത് വെങ്കലം. മെൻസ് 57 കിലോഗ്രാം. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിളിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം സ്വപ്നിൽ കുസാലെ. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിളിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം സ്വപ്നിൽ കുസാലെ. ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിന് വെങ്കലം ലഭിച്ചു. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി PR ശ്രീജേഷ്. ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിന് വെങ്കലം ലഭിച്ചു. ഭാരക്കൂടുതൽ കാരണം ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഭാരക്കൂടുതൽ കാരണം ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. 50 കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിനു മുമ്പ് നടന്ന പരിശോധനയിൽ 100 ഗ്രാം ഭാരക്കൂടുതൽ കണ്ടെത്തിയതോടെയാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഒളിമ്പിക് സ്വർണം നേടുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചാണ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷ താരം. ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയ സെൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. സെൻറ്റ് ലൂസിയ എന്ന് പറഞ്ഞാൽ ഒരു കരീബിയൻ ദ്വീപ് രാഷ്ട്രമാണ് സെൻറ്റ് ലൂസിയ. ജൂലിയൻ ആൽഫ്രഡ്. ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് സെൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ്. ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജേതാവായത് US-ന്റെ നോഹ ലൈൽസ്. ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജേതാവായത് US-ന്റെ നോഹ ലൈൽസ്. പാരീസ് ഒളിമ്പിക്സിൽ ലോക റെക്കോർഡിട്ട് പോൾ വോൾട്ടിൽ സ്വർണം നേടിയത് അർമാൻഡ് ഡുപ്ലാന്റിസ്, സ്വീഡൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കായി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് മനു ഭാക്കർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കായി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരി മനു ഭാക്കർ. അടുത്തതായി മെഡൽ പട്ടികയാണ്. മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. 126 മെഡലുകളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. 1-ാം സ്ഥാനം അമേരിക്ക, 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. 2-ാം സ്ഥാനം ചൈനയ്ക്കാണ്. 91 മെഡലുകൾ ലഭിച്ചു. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. 3-ാം സ്ഥാനം ജപ്പാനാണ്. 45 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ഇന്ത്യയുടെ സ്ഥാനം 71-ാമതാണ്. 6 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. 9497231781.